1 ദശലക്ഷം മൊബൈൽ ഫോണിൽ നിന്ന് 24 കിലോ സ്വർണം ഉൾപ്പെടെ 250 കിലോ വെള്ളിയും ചെമ്പും വിവിധ ലോഹങ്ങളും വേർതിരിച്ചെടുക്കാം. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടിവിയും ഉൾപ്പെടെ നിരവധി അജൈവ മാലിന്യങ്ങളാണ് ഭൂമിക്ക് ഭാരമാകുന്നത്. ദശലക്ഷം വരുന്ന ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് പുനരുൽപാദനം നടത്തുക വഴി ലഭിക്കുന്നത് ലോഹങ്ങൾക്കൊപ്പം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്. കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് അഹ്ലാലും ഹരികൃഷ്ണനുമാണ് ഈ മാതൃക അവതരിപ്പിക്കുന്നത്. ശാസ്ത്ര വിഷയങ്ങളിൽ ഏറെ താല്പര്യം കാണിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമാണ്. കൊല്ലങ്ങളായി ഞങ്ങൾ ഇതിനായിട്ട് തന്നെ പഠിക്കണേ. അങ്ങനെ കിട്ടിയ ഒരു ആശയമാണ് ഈ വേസ്റ്റ് റീസൈക്കിൾ പ്ലാന്റ്. ശുചിത്വ ഇന്ത്യ, വികസിത ഇന്ത്യ എന്ന സന്ദേശം വെച്ചാണ് ഞങ്ങൾ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വിഷയങ്ങൾ പഠിച്ചെടുക്കാനും ഇവർ ശ്രമിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതിലുള്ള ടിന്നിലഡ് തുടങ്ങിയ ലോഹങ്ങളൊക്കെ കിണറിലൊക്കെ എത്തിയിട്ട് നമ്മൾ വയറ്റിക്കൊക്കെ എത്താന്ന് വെച്ചാൽ പലതരം ഹൃദ്രോഗം, കരൾ രോഗം തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് രക്ഷ നേടാനൊക്കെ അത് സാധിക്കും. ആ പ്ലാസ്റ്റിക് ഈ പ്ലാന്റ് സഹായിക്കും. സംസ്ഥാന ശാസ്ത്രമേളയുടെ പ്രശംസ പിടിച്ചുപറ്റിയ വിദ്യാർത്ഥികൾ ദേശീയ തലത്തിലുള്ള മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. സ്കൂളിലെ സയൻസ് അധ്യാപകൻ കൂടിയായ സജീവാണ് വിദ്യാർത്ഥികളുടെ ഗുരു. സ്കൂളിലെ താരങ്ങളാണ് ഇപ്പോൾ ഹരികൃഷ്ണനും മുഹമ്മദ് അഹ്ലാലും. മാതൃഭൂമി ന്യൂസ്, തിരൂർ.